ED ജീവനക്കാർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ മ്യൂസിയം SHOയും കൻ്റോൺമെൻറ് ആക്ഷൻ കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണർമാരും കമ്മീഷണറും പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ ഒരു ED റെയ്ഡ് നടക്കുന്ന അറിഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവാണ്, കഴിഞ്ഞ 10 വർഷത്തെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നതെന്ന് അറിഞ്ഞാൽ അത് അവിടെ ഓടിയെത്തേണ്ട ചുമതല കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്, AC കൻ്റോൺമെൻറ്റിനുണ്ട്, SHO മ്യൂസിയത്തിനുമുണ്ട്. ഇൻ്റലിജൻസ് ഈ കാര്യത്തിൽ അവർക്ക് വിവരം കൊടുത്തിട്ടുണ്ടോ? 5 മണിക്ക് അവിടെ റെയ്ഡ് നടന്നിട്ടുണ്ടെങ്കിൽ തുടങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പം 4 മണിക്ക് ഇവരവിടെ വരണം. അവിടുത്തെ കമ്മീഷണർ കീഴിലുള്ള ഇൻ്റലിജൻസ് ഓഫീസറും മ്യൂസിയം പോലീസിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ചുകാരും സ്റ്റേറ്റ് ഇൻ്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചുകാരും വിവരം അറിയണം. വിവരം അറിഞ്ഞിട്ട് അവർ കമ്മീഷണറെ അല്ലെങ്കിൽ മ്യൂസിയം SHOയെ അല്ലെന്നുണ്ടെങ്കിൽ അസിസ്റ്റൻ്റ് കമ്മീഷണറെ വിവരം അറിയിക്കണം. ഇതൊന്നും അവിടെ നടന്നില്ല. മ്യൂസിയം SHO സംസ്ഥാനത്തെ ഇടതുപക്ഷ സംഘടനയുടെ പോലീസ് ഓഫീസർമാരുടെ നേതാവാണെങ്കിലും അങ്ങേരും അറിഞ്ഞില്ല. അറിഞ്ഞിട്ട് ഇനി അത് അപകടം മനത്ത് മാറി നിന്നതാണോ? എന്താണ് സംഭവിച്ചതെന്ന് അതേപ്പറ്റി അന്വേഷണം നടക്കും. പോലീസിന് എന്തായാലും വീഴ്ച പറ്റി. ED ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു, അവരുടെ കാറടിച്ച് തകർത്തു, വധശ്രമം ഉണ്ടായി, അവർ ഭയപ്പെട്ട് ഓടി, തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ അഭയം പ്രാപിച്ചു, അവർ ആശുപത്രിയിൽ പോയി. എന്തായാലും രാത്രി 10:30 FIR എടുത്തു. ഈ കേസിൻ്റെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകണം. കാരണം ഇതിനകത്ത് EDയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും അവരെ കൊല്ലാൻ ശ്രമിച്ചത് കേസ് CBI ഏറ്റെടുക്കും. ഇതിനകത്ത് ഇനി പല വകുപ്പുകളിലൂടെ വരാം. NIAക്ക് ഇതിനകത്ത് വരാം. കാരണം 18 കോടി ചില്ലുവാനും 18.5 കോടി രൂപയുടെ ബാങ്ക് ട്രാൻസാക്ഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ വിജയൻ്റെ മൊബൈൽ ഫോൺ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ ലാപ്ടോപ്പ് കൊണ്ടുപോയിട്ടുണ്ടാവണം എന്ന് കരുതുന്നു. അവിടുന്ന് ആവശ്യമുള്ള കുറേ റെക്കോർഡുകളും അവിടുത്തെ ട്രാൻസാക്ഷൻ്റെ കുറച്ച് വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. EDയുടെ എറണാകുളം അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് എറണാകുളത്തും ഇവിടെ ഈ റെയ്ഡ് നടന്നത്. പിണറായി വിജയൻ്റെ വീട്ടിൽ നടന്ന സമയത്ത് മറ്റാർക്കും അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. എല്ലാ സംസ്ഥാന നേതാക്കന്മാരും അവർ ഗേറ്റിന് വെളിയിൽ നിന്നു. സമാധാനപരമായി അവർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അവിടെ 10-100 പേര് ആ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഇരച്ച് കയറി വന്ന് അക്രമം നടത്തുന്നതാണ് കണ്ടത്. ഇത് ആരോ ഇൻസ്റ്റിഗേറ്റ് ചെയ്തതാണ്, പ്രേരണ കുറ്റം തന്നെയാണ്. ആരാണ് അവർക്ക് ഡയറക്ഷൻ കൊടുത്തത് ഇവരെ ആക്രമിക്കാനായിട്ട്? അവരെ ആക്രമിക്കാനായിട്ട്, അത് തടസ്സം ചെയ്യാനായിട്ട് അവിടെ കൂടിയ നേതാക്കന്മാർ ശ്രമിച്ചതായി കണ്ടില്ല. ആകെ കണ്ട കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ മാത്രമാണ്. വൻ വീഴ്ച പോലീസിന് പറ്റി, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഒരു CBI അന്വേഷണം ഉടനെ വരും, ഉത്തരവുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ CBI അന്വേഷണത്തിനോടൊപ്പം തന്നെ ഇതിനകത്ത് കുറേ പുതിയ വകുപ്പുകളൂടെ ചേരും എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതിനകത്ത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരാം. കാരണം 18 കോടി ചെല്ലുവാനും 18.5 കോടിയോളം മണി ട്രാൻസാക്ഷൻ വന്നിട്ട് വിദേശത്തു നിന്ന് ഫണ്ട് വന്നോ, ഇവിടുന്ന് വിദേശത്തേക്ക് ഫണ്ട് പോയോ? അപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചിലപ്പോൾ രംഗത്ത് വരാം. NIA ആക്ട് 2008 UAPA ആക്ട് അനുസരിച്ചും ഇതിനകത്ത് നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. 1968 UAPA റൂൾസ് അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അതുപോലെ തന്നെയാണ് ബംഗാളിലും നടപടി ഉണ്ടായത്. അതുകൊണ്ട് ഇതിനകത്ത് കേരളത്തിലെ സമ്പന്നരായ പാർട്ടി നേതാക്കന്മാരെല്ലാവരും പ്രതിയാകും എന്നാണ് ഞാൻ കരുതുന്നത്. CBIയുടെ അന്വേഷണത്തിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അറസ്റ്റ് ഉണ്ടാവും, റിമാൻഡ് ഉണ്ടാവും. ഇതിനകത്ത് 18.5 കോടിയുടെ EMRLും അല്ലെങ്കിൽ എസാലോജിക്കും കൂടെ ചേർന്ന് ഉള്ള ട്രാൻസാക്ഷനിൽ വിദേശത്തേക്ക് ഫണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് ആർക്ക് പോയി, എന്തിനു പോയി എന്നൊക്കെ ഇനി നോക്കേണ്ടി വരും. ഇപ്പോൾ ഇതിനകത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്ന 8 പേര്, അതിൽ 5 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു.
ഒരാളെ കോട്ടയത്തെ രവിപുരത്തെ ഒരു ലോഡ്ജിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളായി ഇതിനകത്ത് ആറ്റുവാൾ കൗൺസിലറും മറ്റു ചിലരും വന്നിട്ടുണ്ട്. പാർട്ടിയുടെ പ്രാദേശിക ഭാരവാഹിത്വം വഹിക്കുന്ന പലരും ഇതിനകത്ത് പ്രതികളാണ്. SFI DYFI പ്രവർത്തകരും പ്രതികളാണ്. ഏതായാലും കേരളത്തിലെ CPMന് ഇത് വല്ലാത്തൊരു ആഘാതമേൽപ്പിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. സച്ചിദാനന്ദൻ എന്ന കവി ഉൾപ്പെടെയുള്ളവർ ഈ പ്രവർത്തനത്തെ എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞു. ഇത് കേരളത്തിലെ വിവരമുള്ള മാർക്സിസം, അത് ആ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആർക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. വയലൻസിലേക്ക് കൊണ്ടുപോയ നടപടി, പ്രത്യേകിച്ച് നാഷണലായിട്ടൊരു ഏജൻസിക്കെതിരെ അത് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ കൂടിയ സീനിയർ നേതാക്കന്മാർ പലരും അറസ്റ്റിലേക്ക് പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അതൊരു രാജ്യദ്രോഹ പ്രവർത്തനമായിട്ടാണ് കണക്കാക്കാൻ ഒക്കുള്ളൂ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഭരിക്കുന്ന ആരായാലും ശരി, അവർ ചെയ്യുന്ന ആ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ ചെയ്യുന്ന നിയമ നടപടികൾ തെറ്റുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ പോകാം. അല്ലാതെ അവരെ തടയാനോ അവരെ കൈകാര്യം ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ഇവിടെ അത് തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പാർട്ടി ഓഫീസിൽ തന്നെയാണ് ആ കുറ്റം ചെയ്ത പ്രതികളെ ഒളിപ്പിച്ചത്. അതും കുറ്റകരമാണ്. എന്തായാലും ഈ റെയ്ഡ് തുടങ്ങിയപ്പോൾ അവിടെ ഇത്രയും ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് പോലീസ് എക്സ്പീരിയൻസ് ഉള്ള കൻ്റോൺമെൻറ്റ് ACയും അതുപോലെ തന്നെ SHOയ്ക്കും മനസ്സിലായ കൂടുതൽ ഫോഴ്സിനെ അവിടെ കൊണ്ടുവരികയും അവരെ ഒതുക്കി നിർത്തുകയും ആ ED ജീവനക്കാരെ അവിടുന്ന് പെട്ടെന്ന് പറഞ്ഞു വിട്ടത്, ആ ആൾക്കൂട്ടത്തിനിടയ്ക്ക് അവരെ കാറെ കയറ്റി വിട്ടത്, അത് ഏറ്റവും വലിയ മണ്ടത്തരമായിപ്പോയി. പോലീസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വയലൻ്റായിട്ട് നിൽക്കുന്ന ഗാങ്ങാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവരെ റിലീസ് ചെയ്യുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാകുക. നേതാക്കന്മാരെ വിശ്വസിച്ചോ? അങ്ങനെയല്ലല്ലോ. അവർ കാണിച്ച പ്രവൃത്തി മനസ്സിലാക്കിയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സുരക്ഷിതമായിട്ട് തീർച്ചയായിട്ടും അവരെ അവിടുന്ന് കൊണ്ടുപോകാൻ ബാധ്യസ്ഥരാണ്. ഒന്നെങ്കിൽ അവിടുത്തെ ക്രൗഡിനെ അവർ പിരിച്ചുവിട്ട ശേഷം അവരെ കൊണ്ടുപോകുക, ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോടൻ, അതിൻ്റെ അകത്തൊരു ചെറിയ വഴിത്താര പോലെ പോലീസിനെ നിർത്തി അവരുടെ നിർത്തി ഇവരെ കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ അവരുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് അവരെ മാറ്റി നിർത്തണം. അല്ലെങ്കിൽ പോലീസ് വാഹനത്തിലെ ഭയം ഉണ്ടെങ്കിൽ ഇവരെ കൊണ്ടുപോകാൻ എന്തെല്ലാം മാർഗങ്ങളോടെ ഉണ്ട്. പക്ഷേ ആ ട്രെയിനിങ്ങിൽ ലഭിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയം കളിച്ച് എന്ന് തന്നെ പറയേണ്ടി വരും. അത് പാർട്ടിക്ക് ക്ഷീണം, കേരളത്തിലെ പോലീസിന് ക്ഷീണം, പുതിയ ഗവൺമെൻറ്റിനും ആ കാര്യത്തിൽ ഒരു പരിധിവരെ ക്ഷീണം തന്നെയാണ്. കാരണം ഈ സംസ്ഥാനത്തെ ഇടതുപക്ഷ നേതാവിനെ പോലീസ് ഓഫീസർമാരെ മ്യൂസിയത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അയാൾക്ക് പണി വരുമെന്ന്. അതുപോലെ നല്ല പണി വന്നിരിക്കുന്നു. ആ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി താമസിക്കുന്നത്. അവിടെ എപ്പോഴും ഒരു ശ്രദ്ധ വേണ്ടത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കടമയാണ്. അത് മുൻ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഇൻ്റലിജൻസ് ഇവിടെ എപ്പോഴും രാവും പകലും ഉണ്ടായിരിക്കണം. കാരണം അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാനായിട്ട് നേരത്തെ അദ്ദേഹത്തിന് Z കാറ്റഗറി സംരക്ഷണം കൊടുത്തിരുന്നതാണ്. അതേസമയത്ത് ഇവിടെ ഇപ്പം അദ്ദേഹത്തിന് Y കാറ്റഗറിയിലെത്തി. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കേരള പോലീസ്. പുതിയ ഭരണകക്ഷിയും പുതിയ ഭരണവും അങ്ങനെ തന്നെ. അതിന് ബാധ്യതരായ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വൻ വീഴ്ച ഉണ്ടായപ്പം തീർച്ചയായിട്ടും അവർക്കെതിരായിട്ട് അടിയന്തര നടപടികൾ ആഭ്യന്തര വകുപ്പ് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും പുതിയ സർക്കാരിനെ ഇതിനെ സംബന്ധിച്ച് വിവരമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് ഫെയിലിയർ അവിടെ വന്നല്ലോ. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെയും അദ്ദേഹം ഡൽഹിയിലായിരുന്നു, മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും ഈ ഒരു സംഭവം അപ്പോൾ തന്നെ മുഖ്യമന്ത്രി പഴയ അല്ലെങ്കിൽ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരം അതേ സെക്കൻഡിൽ തന്നെ അറിയിക്കേണ്ട ബാധ്യതയോ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് ചെയ്തില്ലെങ്കിൽ അത് ഇൻ്റലിജൻസ് ഫെയിലിയർ തന്നെ എന്ന് പറയേണ്ടി വരും.